അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പുറത്തെ വിശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ പപ്പങ്ങായ ചെടിയിലുള്ള പപ്പങ്ങായാണ്. അതിൽ പപ്പങ്ങായി പിടിച്ചിട്ടുണ്ട്. പപ്പങ്ങായി ഗൈസ്, പപ്പങ്ങായാണ് അതിലൂടെ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൂവുണ്ട്. അപ്പം ഇത് നാടൻ പപ്പായ അല്ലെങ്കിൽ ആണ പപ്പായ അങ്ങനത്തെ എല്ലാം ഉണ്ടാറ് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അത് അവിടെ ഉണ്ട് കേട്ടോ. അവിടെയെല്ലാം പൂത്തിട്ടുണ്ട്, ഇവിടെയെല്ലാം പൂത്തിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം നമ്മൾ എന്താ മരം ഉണങ്ങി വെച്ചു. വലിയ മരം ഉണങ്ങിയിരിക്കുകയാണ് ഗൈസ്. വലിയ മരം ഉണങ്ങിയിട്ടുണ്ട്. മാവ് പകുതി ഉണങ്ങി. അതിൻ്റെ അത് മാങ്ങ എല്ലാം ഇവിടെ താഴെല്ലാം വീണിട്ടുണ്ട്. എല്ലാം മാങ്ങ എല്ലാം ഉണങ്ങി ചീനിട്ടാണ് വീണിട്ടുള്ളത്. ഉണങ്ങി വീണിട്ടുണ്ട് ഗൈസ്. പിക്ചറിലാണ് നമ്മളെ മുറ്റത്തുള്ള പെരയിൽ ഫുൾ തേച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അടുത്തായിട്ട് തന്നെ പെര കൂടി ആളുണ്ടാവും. നമ്മളെ മുറ്റത്ത് തന്നെ ആ പെര ഗൈസ്. നമ്മളെ മുറ്റത്തുള്ള പെര ചെടി മരം മാറുണ്ട്. ഗൈസ് റോസിലിതാ മുല്ലപ്പൂവിൽ മുട്ട് പിടിച്ചിട്ടുണ്ട്. ഇതാ മുല്ലപ്പൂ ഗൈസ്, മുല്ലപ്പൂ മുട്ടലുണ്ട്. അവിടെ വീണു. ഇതാ നമ്മളെ മുല്ലപ്പൂ. നല്ല മുല്ലപ്പൂ നല്ല മണമുണ്ട്. നമുക്ക് നോമ്പായതുകൊണ്ട് മണപ്പിക്കാൻ കഴിയാം. ചെടിയിലെല്ലാം പൂ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങനത്തെ പൂവാണ് ഇതിലുള്ളത്. ഇതിൻ്റെ മുകളിലൊരു പൂ വരും. ഇതൊരു വേറൊരു ചെടിയാണ് ഗായ്സ്. അപ്പം ഇതൊരു വേറെ ചെടിയിലുള്ള പൂവാണ്. ഇതൊരു മോഡൽ തരം പൂവാണ്. ഇതൊരു വേറെ ചെടിയിലത്തെ പൂവെന്ന് പറയും. ഇത്രയാണ് ഈ പൂവിൻ്റെ പേരറിയുന്നവർ ലൈക്ക് അടിക്കട്ടോ. നമ്മൾ മുളച്ച് വന്ന ചെടിയാണ്. ഇത് മുളച്ചത് ഇതിന് കായപ്പത്തിന് കായ് പാട്ടുകയാണ് ഗായ്സ്. പിന്നെ നമ്മൾ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബത്തക്കെല്ലാം മുറിച്ച് ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇടുകയാണ്. ബത്തക്ക ജ്യൂസിലേക്കുള്ള ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബത്തക്ക ജ്യൂസിലേക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ബാക്കി ബത്തക്ക നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മുറിച്ചിടുകയാണ്. നോമ്പ് തുറക്കാൻ നേരം തിന്നാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മുറിച്ചിടുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബത്തക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സ് എല്ലാം മുറിക്കുകയാണ്. ആപ്പിളും നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആപ്പിൾ നാല് കഷ്ണമാക്കി വെച്ചു. അതുപോലെ നാരങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുന്തിരിയും ഉണ്ട് കേട്ടോ. മുന്തിരിയും കൊലയിൽ നിന്ന് പൊളിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല നോക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി. പിന്നെ നമ്മുടെ ഈത്തപ്പായം പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ ജ്യൂസിനായിട്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളവും കസ്കസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തു. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ നമ്മളെ കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഇതാണ് കട്ട് ഫ്രൂട്ട്സ്. ഇനി ഒരു പ്ലേറ്റിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് സാധാ ഒരു അപ്പമാണ് ഉണ്ടാക്കാൻ വന്നത്. അതിന് വേണ്ടി 2 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പാന് കഴുകി അടുപ്പത്ത് വെച്ച ശേഷം
നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ചിട്ട് മുട്ടേൻ്റെ മാവിൽ ബ്രെഡ് മുക്കി ടോസ്റ്റ് ചെയ്യാം. ഫ്രൈ പാനിൽ ടോസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ മറിച്ചിടുകയാണ് ഗൈസ്. ഓരോന്നും മറിച്ചിടുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളാണ് ഇതെല്ലാം. മാങ്ങയുണ്ട്, ബത്തക്കയുണ്ട്, ബത്തക്ക ജ്യൂസുണ്ട്, നാരങ്ങയുണ്ട്, മുന്തിരിയുണ്ട്, ഈത്തപ്പഴം ഉണ്ട്, ആപ്പിളുണ്ട്, പിന്നെ നമ്മളെ അപ്പം ബ്രെഡ് അപ്പം ഉണ്ട്, പിന്നെ കസ്കസ് വെള്ളമുണ്ട്, പിന്നെ സാദാ വെള്ളമുണ്ട്, ഐസ് വാട്ടറും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ. അപ്പം അതിൻ്റെ ഇടയിൽ അളക്കുന്ന കൂട്ടത്തിൽ ഒരാളെ അളക്കല്ലേ, അങ്ങനത്തെ ഇത് വന്നിട്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട്. നോമ്പ് കളത്തിയാണ്. താങ്ക് യു നോമ്പ് കളത്തി. അങ്ങനെ നമ്മൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം വെള്ളം എടുത്ത് കുടിച്ചു, പിന്നെ ക്യാമറ സെറ്റ് ചെയ്തു. അതിന് ശേഷം ബത്തക്ക വെള്ളം കുടിക്കുകയാണ്. ഈ ക്യാമറ ഇപ്പോൾ ഞാൻ സെൽഫി എടുക്കുന്നുണ്ട്, കറുത്തിട്ടുണ്ടാവും അത് ഈ സൈഡിലായിട്ട്. പിന്നെ ഞാൻ ബ്രെഡ് അപ്പം എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് അപ്പം എന്തുണ്ടെന്ന് എല്ലാവരും ബിസിയും പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത്. എല്ലാവരും ബിസിയെല്ലാം കേട്ട് പിന്നെ അതിന് ശേഷം ബത്തക്കയും ആപ്പിളും ഫ്രൂട്ട്സും ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ചിരിയാളി. ഞാനൊന്നും തെറ്റിദ്ധരിക്കരുത്. അപ്പം ഒക്കെ ചിരിച്ചോണ്ടിരിക്കുക. ഒക്കെ കളിയാണ് അപ്പം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ. അടുത്ത വീഡിയോ റമദാൻ 17 ആയിട്ടാണ് വരുന്നത്. അതുവരേക്കും